എന്തോ ഒരു സംശയം തോന്നിയ യശ് പെട്ടെന്ന് പുറത്തേക്ക് ഓടി വന്നു. അപ്പോഴേക്കും ആ പെൺകുട്ടി ഫോൺ വിളി കഴിഞ്ഞ് മാസ്ക് ഇട്ട് ഹെൽമെറ്റും വെച്ച് സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. യശ് കിതച്ചുകൊണ്ട് അവളുടെ മുന്നിൽ ചെന്ന് ചോദിച്ചു, എന്താ എന്താ നിന്റെ പേര്? സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ അവൾ മറുപടി പറഞ്ഞു, ആരാധ്യ. യശ് ഒരു നിമിഷം വിശ്വസിക്കാനാവാതെ സ്തംഭിച്ചു പോയി. ഉടനെ അവളുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങിയിട്ട് പറഞ്ഞു, ആ ഹെൽമെറ്റ് ഒന്നൂര്. അവൾ അവനെ നോക്കി ചോദിച്ചു, അതെന്തിനാ? എന്തിനാണെന്ന് പറഞ്ഞാലേ ഊരുകയുള്ളൂ. എനിക്ക് ഹെൽപ്പ് ചെയ്ത എൻ്റെ പുതിയ ടീമേറ്റിനെ ഒന്ന് കാണണ്ടേ? ഊര് എന്ന് യശ് അല്പം കടുപ്പിച്ച് പറഞ്ഞപ്പോൾ അവൾ ഹെൽമെറ്റ് മാറ്റി. മുഖത്ത് മാസ്ക് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് യശ് കളിയാക്കി പറഞ്ഞു, നിന്റെ തല സംരക്ഷിക്കാൻ ഇത്ര മുഖമൂടികളായിടുന്നത്, ഇതൊന്ന് മാറ്റാമോ? അവൾ മാസ്ക് മാറ്റുന്നത് യശ് വല്ലാത്തൊരു ആകാംക്ഷയോടെയാണ് നോക്കി നിന്നത്. മാസ്ക് മാറ്റി അവളുടെ മുഖം കണ്ടതും യാഷിൻ്റെ കണ്ണുകളിൽ 1000 വാട്ട്സ് ബൾബ് തെളിഞ്ഞ പോലെയായി. അതേ രൂപം, അതേ രണ്ടര വർഷം മുമ്പ് ആ രാത്രിയിൽ അവൻ കണ്ട അതേ മുഖം. സന്തോഷവും അത്ഭുതവും കാരണം അവന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ലൈറ്റ് ഗ്രീൻ കളർ ചുരിദാർ, കാതിൽ ആടുന്ന ജിമിക്ക്, നെറ്റിയിൽ ചെറിയൊരു പൊട്ടും കുങ്കുമവും, വലിയ കറുത്ത കണ്ണുകൾ. അത്രയും ഐശ്വര്യമുള്ള ആ പെൺകുട്ടിയെ അവൻ നോക്കി നിന്നുപോയി. അന്ന് ആ രാത്രിയിൽ അവൻ്റെ മുഖം നിറയെ ചോരയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് യാഷിനെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അർജുൻ യാഷിനെ തിരഞ്ഞു അങ്ങോട്ടേക്ക് വന്നു. ഡേയ്, എല്ലാവരും അവിടെ കാത്തു നിൽക്കുകയാണ്, നീ എന്താ ഈ നോക്കി നിൽക്കുന്നത്? അർജുൻ യാഷിനൊന്ന് തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ബോധം വന്നതുപോലെ, ഇതാ വരുന്നു, നിങ്ങൾ പോയി ഓർഡർ ചെയ്തോളൂ. സാറേ, എൻ്റെ കീ ഒന്ന് തന്നാൽ എനിക്ക് പോകാമായിരുന്നു, അവൾ പേടിയോടെ ചോദിച്ചു. കീ തരാം, പക്ഷെ ഇപ്പോഴല്ല, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് വന്ന് വാങ്ങിക്കോ, അവൻ അവളൊന്ന് കളിയാക്കി നോക്കി പറഞ്ഞു. അതെന്താ അങ്ങനെ പറയുന്നത്? വൈകിയാൽ എൻ്റെ ഫ്ലാറ്റ് ഓണർ എന്നെ കൊല്ലും. പ്ലീസ്, എനിക്ക് പോകണം. നീ പോയാൽ എന്നെ ആര് തിരികെ കൊണ്ടുപോയി വിടും? ഫ്ലാറ്റ് ഓണറുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ കൂടെ വാ. ഇനി നീ പറ്റില്ലെന്ന് പറഞ്ഞാൽ, നിന്റെ പെർഫോമൻസ് മോശമാണെന്ന് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കും, അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു. ആരാധ്യ, ഇന്ന് രാവിലെ ആരെയാണ് ഈശ്വര കണി കണ്ടത്? ഇവൻ്റെ കയ്യിൽ പെട്ടുപോയല്ലോ, വിടുമെന്ന് തോന്നുന്നില്ല. എന്താ, വരുന്നുണ്ടോ അതോ അവിടെ തന്നെ നിൽക്കുകയാണോ? അവൻ ഉറക്കെ ചോദിച്ചു. ഇതാ വരുന്നു സാറേ. അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു. വെരി ഗുഡ്, നടക്ക്. യാഷ് ആ പെൺകുട്ടിയുമായി വരുന്നത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ട് ആരാധ്യ ആകെ ചമ്മലിലായി. അവൾ തല താഴ്ത്തി നിന്നു. അവിടെ അവൾക്ക് ആരെയും അറിയില്ലായിരുന്നു. അവളെ കൂട്ടി വന്ന യശാണെങ്കിൽ അവളെ ഒട്ടും ശ്രദ്ധിക്കാതെ നേരെ അർജുൻ്റെ അടുത്തേക്ക് പോയിരുന്നു. എടാ, ആരായി കുട്ടി എന്ന് വർഷ ചോദിച്ചു. ഇവരുടെ പേര് ആരാധ്യ, നമ്മുടെ ഓഫീസ് എന്ന് യശ് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ ബിയർ കുടിച്ചു കൊണ്ടിരുന്ന അർജുന് പെട്ടെന്ന് തൊണ്ടയിൽ കുടുങ്ങി. അവൻ തലയിൽ തട്ടിക്കൊണ്ട് അവളെ നോക്കി. എല്ലാവരും ഒരേ സമയം തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ ഏതൊരു വിചിത്ര ജീവിയെ കാണുന്നത് പോലെ എല്ലാവരും നോക്കുന്നുണ്ടല്ലോ എന്ന് കരുതി അവൾക്ക് വല്ലാതെ പരിഭ്രമമായി. അവളുടെ വെപ്രാളം കണ്ട് എല്ലാവരോടും സാധാരണ നിലയിൽ പെരുമാറാൻ യശ് ആംഗ്യം കാണിച്ചു. ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ആരാധ്യയെ നോക്കി ചെറുതായി ചിരിച്ചുകൊണ്ട് വർഷ പറഞ്ഞു. നീ എത്ര നേരമാ ഇങ്ങനെ നിൽക്കുന്നത്? ഇവിടെ ഇരിക്ക്. ആരാധ്യ വർഷയുടെ അടുത്ത് വന്നിരുന്നു. ഹായ്, ഞാൻ വർഷ എന്ന് പുഞ്ചിരിയോടെ തന്നെ പരിചയപ്പെടുത്തി. എടാ, ഈ കുട്ടി ആ കുട്ടി തന്നെയാണ് എന്ന് അർജുൻ യാഷിനോട് മാത്രം കേൾക്കുന്ന രീതിയിൽ പതുക്കെ ചോദിച്ചു. അതെ എന്ന് യാഷ് ബിയർ കുടിച്ചുകൊണ്ട് മറുപടി നൽകി. ഇവിടെ വെച്ചാണോ ഇവളെ കിട്ടിയത് എന്ന് അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. നമ്മുടെ ഓഫീസിനടുത്ത് വെച്ച് തന്നെ എന്ന് യാഷ് പറഞ്ഞപ്പോൾ അന്വേഷിച്ച് നടന്നത് കാൽ തടഞ്ഞു എന്ന് പറയുന്നത് പോലെ. ഭാഗ്യം നിന്നെ തേടി വന്നതാണല്ലോ എന്ന് അർജുൻ സന്തോഷത്തോടെ പറഞ്ഞു. യശ് ചിരിച്ചുകൊണ്ട് ആരാധ്യയെ നോക്കി. അവളുടെ മുന്നിൽ ഒരു കൂൾ ഡ്രിങ്ക് വെച്ചു. ഞാൻ കൂൾ ഡ്രിങ്ക് കുടിക്കില്ല. എന്തിനാ ഇതൊക്കെ കുടിക്കുന്നത്? ഇതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ല. നിങ്ങളും ഇതൊക്കെ ഒന്ന് നിർത്താൻ നോക്ക്, അവൾ പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങിയപ്പോൾ യശ് ദേഷ്യത്തോടെ അവളെ നോക്കിയിട്ട് ഒരു പ്ലേറ്റ് ചിക്കൻ 65 അവളുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. അവൾ ആ പ്ലേറ്റ് ദൂരേക്ക് തള്ളി മാറ്റിയിട്ട് പറഞ്ഞു. ഞാൻ നോൺ വെജ് കഴിക്കാറില്ല. അത് കേട്ടൊരു നിമിഷം അവൻ സ്തബ്ധനായിപ്പോയി. കയ്യിലിരുന്ന ഡ്രിങ്ക് പോലും താഴെ വെച്ച് അവൻ അവളെ തന്നെ നോക്കി നിന്നു.
ഡേ, ഇവനാണെങ്കിൽ ഇറച്ചി ഭക്ഷണമില്ലാതെ ഒരു ഉരുള പോലും ഇറങ്ങിയില്ല. ഈ കുട്ടിയാണെങ്കിൽ നോൺ വെജ് തൊടുകയോ പോലും ഇല്ലെന്ന് അർജുൻ യാഷിനെ നോക്കി ചിരിച്ചുകൊണ്ട് വർഷയോട് പറഞ്ഞു. വർഷയും യാഷിൻ്റെ ആ വല്ലാത്ത മുഖം കണ്ട് ചിരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി. എന്താ മോളെ, നിന്റെ വീട്ടിൽ നീ മാത്രമാണ് ഇങ്ങനെ, അതോ എല്ലാവരും കഴിക്കില്ലേ? യേശു ചോദിച്ചു. ഞാൻ മാത്രമേ കഴിക്കാത്തതുള്ളൂ. അച്ഛനും അമ്മയും ഒക്കെ കഴിക്കും. പക്ഷെ ജീവനെ കൊല്ലുന്നത് പാപമല്ലേ, അതുകൊണ്ട് ഞാൻ തൊടാറില്ല, അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. ശരി, ഇനി നിന്നെ കല്യാണം കഴിക്കുന്ന നോൺ വെജ് കഴിക്കുന്ന ആളാണെങ്കിൽ നീ എന്തു ചെയ്യും? അത് അയാളുടെ ഇഷ്ടമല്ലേ, ഞാൻ അതിലൊന്നും ഇടപെടില്ല. എടാ, നീ രക്ഷപ്പെട്ടല്ലോടാ എന്ന് അർജുൻ പറയുമ്പോൾ മേഷ് ആരാധ്യയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. നീ ഇത്രയും കാലം കാത്തിരുന്നത് ഈ പെണ്ണിന് വേണ്ടിയായിരുന്നു. ഇനിയിപ്പോൾ അവൾക്ക് വേറെ വല്ല കാമുകനും ഉണ്ടെങ്കിലോ? അർജുൻ കളിയാക്കി ചോദിച്ചു. യേശ് അർജുനെ ഒന്ന് തുറിച്ചു നോക്കിയിട്ട് പറഞ്ഞു. ഇല്ല, ഒരു പക്ഷെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവനെ 4 തല്ല് വെച്ച് കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അവളെ എൻ്റേതാക്കും. എല്ലാവരും ചിക്കനും ബീറും ഒക്കെ ആഘോഷിക്കുമ്പോൾ ആരാധ്യ മാത്രം പീനട്ട് കഴിച്ചു കൊണ്ടിരുന്നു. അർജുൻ സംസാരിക്കുമ്പോഴൊക്കെ യേശ് കണ്ണിമക്കാതെ ആരാധ്യയെ തന്നെ നോക്കുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്നിറങ്ങി. ആരാധ്യ വണ്ടി ഓടിക്കുമ്പോൾ യേശ് പുറകിലിരുന്നു. അവൾ വണ്ടി വളരെ പതുക്കെയാണ് ഓടിക്കുന്നതെങ്കിലും അവൻ ഒന്നും പറയാതെ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ആ തണുത്ത കാറ്റിൽ അവളുടെ സാമീപ്യം അവൻ എന്തോ ഒരു ലഹരിയായി എത്തി. അറിയാതെ തന്നെ മറ്റൊരു ലോകത്തെന്ന പോലെ അവൻ തൻ്റെ താടി അവളുടെ തോളിൽ ചായച്ചു. ആരാധ്യ പെട്ടെന്നൊന്ന് പേടിച്ചു പോയി. ബാലൻസ് തെറ്റാൻ തുടങ്ങിയ ബൈക്കിൻ്റെ ഹാൻഡിലിൽ അവളുടെ കൈകൾക്ക് മുകളിലൂടെ കൈവച്ച് അവനത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പ്രതീക്ഷിക്കാത്ത ആ മാറ്റത്തിൽ അവൾ തെറിച്ചിരുന്നു പോയി. അവൻ കൂടുതൽ അടുത്തേക്ക് വന്നതോടെ ഞെട്ടിയുണർന്ന അവൾ പെട്ടെന്ന് വണ്ടി നിർത്തി. എന്താ ഈ കാണിക്കുന്നത്? ഒന്ന് മാറി നിൽക്കൂ, അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. യശ് അല്പം മാറി നിന്നു. ശരി ശരി, നമുക്ക് പോകാം എന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൊണ്ടുവിടാം. നീ നിന്റെ ഫ്ലാറ്റിലേക്ക് വിട്ടോ, അർജുൻ വന്ന് അവിടെ നിന്ന് എന്നെ പിക്ക് ചെയ്തോളൂ, അവൻ മറുപടി നൽകി. ആരാധ്യ മിണ്ടാതെ വണ്ടി ഓടിച്ച് തൻ്റെ ഫ്ലാറ്റിലെത്തിയതും വണ്ടി നിർത്തി. വണ്ടി പാർക്ക് ചെയ്ത ശേഷം യേശുവിന് മുന്നിൽ ചെന്ന് നിന്ന് അവൾ ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്ന് അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്കറിയില്ലേ? അവസരം കിട്ടുമ്പോൾ മുതലെടുക്കാൻ നോക്കുകയാണ്. പെൺകുട്ടികളോട് തെറ്റായി പെരുമാറിയ ദൈവം ശിക്ഷിക്കും, അവൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു. ഹലോ മിസ് ആരാധ്യ, ഒന്ന് നിർത്തുന്നുണ്ടോ? അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ്റെ ഒച്ചപ്പാടിൽ അവൾ പതറിപ്പോയി. മറുത്തൊന്നും പറയാനാവാതെ നിന്നുപോയ അവളുടെ അരക്കെട്ടിലൂടെ കൈയിട്ട് അവൻ അവളെ തൻ്റെ അടുത്തേക്ക് വലിച്ചെടുത്തു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ ആരാധ്യ അവനെ തന്നെ നോക്കി നിന്നു. ഇപ്പോൾ പിടികിട്ടി ആര് ശിക്ഷിക്കുമെന്ന്. നോക്കട്ടെ, വരാൻ പറ, അവൻ പറഞ്ഞു. എന്തായി കാണിക്കുന്നത്? പ്ലീസ് എന്നെ വിട്, ഓണർ കാണുന്നുണ്ടാക്കും, അവൾ പേടിയോടെ മുകളിലേക്ക് നോക്കി പറഞ്ഞു. അപ്പോഴേക്കും അർജുൻ വരുന്നത് കണ്ട് അവൻ അവളെ വിട്ടു. ശരി, പൊയ്ക്കോ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രക്ഷപ്പെട്ടു എന്ന് ശ്വാസം വിട്ടുകൊണ്ട് ആരാധ്യ വേഗത്തിൽ മുകളിലേക്ക് പോയി. ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ യേശ് അവളെ തിരയുന്നുണ്ടായിരുന്നു. പാർക്കിങ്ങിൽ ആരാധ്യയുടെ സ്കൂട്ടി കാണാത്തത് കൊണ്ട് അവൾ വന്നിട്ടില്ലെന്ന് കരുതി അവനൊരു സിഗരറ്റ് കത്തിച്ചു. ആ സമയത്താണ് ആരാധ്യ അങ്ങോട്ട് വന്നത്. അവൻ സിഗരറ്റ് വലിക്കുന്നത് കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. സ്കൂട്ടി പാർക്ക് ചെയ്യുമ്പോൾ ഇവൻ ഇനി എന്നെ തടയുമോ എന്ന പേടിയോടെ അവിടെ നിന്ന് മെല്ലെ നടന്ന് നീങ്ങി. അവൻ അവളെ ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ നിന്നെങ്കിലും ഇടങ്ങണിട്ട് അവളെ നോക്കുന്നുണ്ടായിരുന്നു. ഇന്നെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് കരുതി അവൾ വേഗത്തിൽ തൻ്റെ ക്യാബിനിലേക്ക് പോയി. പക്ഷെ അകത്തേക്ക് നോക്കിയതും അവൾ ഞെട്ടിപ്പോയി. അകത്താരുമില്ല. ഇതെന്താ, മോർണിംഗ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ന് അത്ഭുതപ്പെട്ട് അവൾ ചുറ്റും നോക്കി. തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്ന യാഷിനെ കണ്ട് അവൾ ഒന്ന് നടുങ്ങിപ്പോയി.